ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഷിബു സോറൻ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. ഡൽഹിയിലെ ഗംഗാറാം ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. ദീർഘകാലമായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ജിഷ്ണു, കഴിഞ്ഞ കുറേ നാളുകളായി ഇദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. ഒരുപക്ഷെ ജാർഖണ്ഡിൽ പലകുറി അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുകയും നിരവധി വിവാദ വിഷയങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും ഒക്കെ ചെയ്ത വ്യക്തിത്വമാണ്. എപ്പോഴായിരുന്നു അന്ത്യം സംഭവിച്ചത് ജിഷ്ണു? ഗൗതം, 4 പതിറ്റാണ്ട് നീണ്ടുവന്ന രാഷ്ട്രീയ ജീവിതത്തിൽ നിരവധി തവണ വിവാദങ്ങൾ തേടിയെത്തുകയും ഒപ്പം ജാർഖണ്ഡിൽ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് കോടതി ശിക്ഷിക്കുകയും ചെയ്തിട്ടുള്ള നേതാവ് കൂടിയാണ് ഷിബു സോറൻ. ജാർഖണ്ഡിന്റെ മുൻ മുഖ്യമന്ത്രി, കൂടാതെ ജാർഖണ്ഡ് മുക്തി മോർച്ച JMMന്റെ സ്ഥാപക നേതാവ് കൂടിയാണ്. കഴിഞ്ഞ കുറെ കാലമായി വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ജൂൺ അവസാന വാരത്തിലാണ് ഡൽഹിയിൽ ഗംഗാറാം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അവിടെ ചികിത്സയിൽ തുടരവേ ഇന്ന് മരണം സംഭവിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് 81 വയസ്സാണ്. മകനും കൂടാതെ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഹേമന്ത് സോറനാണ് അദ്ദേഹത്തിന്റെ ഷിബു സോറന്റെ മരണവിവരം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിട്ടുള്ളത്. മുൻപ് ജാർഖണ്ഡ് മുക്തി മോർച്ച രൂപീകരിക്കുകയും പിന്നാക്ക വിഭാഗങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച് ഉയർന്നു വരികയും ചെയ്തിട്ടുള്ള നേതാവാണ് ഷിബു സോറൻ. നേരത്തെ 3 തവണ ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. കൂടാതെ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് 8 തവണയാണ്. UPA സർക്കാരിൽ മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ 3 തവണയായി, വിവിധ കാലങ്ങളിലായി 3 തവണയായി കേന്ദ്രമന്ത്രിയായി ഇരുന്നിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കൊലപാതക കേസിൽ കോടതി ശിക്ഷിച്ചു. ഏറ്റവും ഒടുവിൽ ഭൂമി ഇടപാട് കുംഭകോണവുമായി ബന്ധപ്പെട്ടും അന്വേഷണ ഏജൻസികൾ ഷിബു സോറന്റെ വസതിയിൽ റെയ്ഡ് നടത്തുകയും ചോദ്യം ചെയ്യുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. അത്തരത്തിൽ ജാർഖണ്ഡിന്റെ മുൻ മുഖ്യമന്ത്രി ഒപ്പം JMMന്റെ സ്ഥാപക നേതാവ് കൂടിയായിട്ടുള്ള ഷിബു സോറനാണ് ഡൽഹിയിൽ ഗംഗാറാം ആശുപത്രിയിൽ അന്തരിച്ചത്. ഗൗതം. ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ സ്ഥാപക നേതാവുമായ ഷിബു സോറൻ അന്തരിച്ചു. ഡൽഹിയിലെ ഗംഗാറാം ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ജിഷ്ണു കൃഷ്ണൻ.